മച്ചാനെ അവൾ ഇങ്ങനെ മാറുന്നു ഞാൻ അറിഞ്ഞോ? മച്ചാ ഫിഷ് കഴിക്കും. അതെ, അവിടെ പള്ളിയും പട്ടക്കാരുടെ നടന്ന പെണ്ണ. അന്നൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ല. അവിടെ വെറും ചാള നടന്ന പെണ്ണ. ഇവിടെ ഒന്നും നമുക്ക് മത്സ്യം പോലെ. എടാ മോനെ, പോയത് പോയി. എടാ നിന്റെ കാമുകിക്ക് എന്താണ് ഒരു കുറവ്? അവള് നല്ലേ. ചേട്ടൻ കണ്ടിട്ടില്ലേ അവൾ എനിക്കിട്ട് പെരുമാറുന്നേ? അത് പിന്നെ പോട്ടെ. അവക്കേ എന്താണെന്ന് എന്താണെന്നാ? Come on, Chandi. I want to make love. No, we already 3 no. Hey, one more, please. Oh no, please. Hey, come on, Chandi. 4 തവണ അവളാ പോടാ. ചിലപ്പോ 10 തവണ വരെ പോകാറുണ്ട്. 10? ഒന്നുമില്ല. പറയടാ. അത് പിന്നെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. നല്ല അസല് പൂത്ത കാശും. ഇവിടെ ഒന്നൊന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതിയതാ. ഇപ്പൊ രാവിലെ അടുക്കളയിലും വൈകുന്നേരം ബെഡ്റൂമിലും അടിമപ്പണിയെ. ഞാൻ ഈ പൊക്കമൊക്കെ വെച്ച് എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്നാലും സണ്ണി പോയി 4 തവണ എന്നൊക്കെ പറയുമ്പോ നടക്കണ? ഈടാ അതൊക്കെ ഓരോരോ ടൈംസ് പോലെ ഇരിക്കും. അല്ല മച്ചാൻ, ഈ 4 തവണ എന്റെ മച്ചാനെ അത് വിട്. എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റൂ. അന്നമ്മയും കൊണ്ട് നാട്ടിൽ ചെന്നില്ലെങ്കിൽ അപ്പച്ചൻ എന്നെ വീട്ടിൽ കയറ്റൂല. ഇനി നിങ്ങൾ വിചാരിച്ചാൽ എന്തിനും നടത്താൻ പറ്റൂ. മോനെ ചാണ്ടി വിട്ടോടാ. അപ്പൊ എന്റെ പ്രശ്നങ്ങളൊക്കെ അക്കടി ഈലിയെന്ന് മച്ചാൻ വിട്ടു. അല്ല മച്ചാനെ, എന്റെ കള്ള്, എന്റെ ഫിഷ്, എന്റെ ചിട്ട ചില്ലി നമുക്ക് ശരിയാക്കാന്ന്. എന്താണല്ലേ ചലിക്ക് ചാണ്ടി. ചാടിക്കാനും പണി തരുമോ കർത്താവേ? അല്ല ഈ 4 ടൈംസ് ഒക്കെ മുന്നേ വെറുതെ പറഞ്ഞായിരിക്കും. അതല്ലേ ഒന്നുമില്ല. ഞാനേ പിന്നെ But a chicken ഒരു ടേസ്റ്റ് യമ്മി പൊളിച്ച്. യു ഷുഡ് ഹാവ് സീൻ ഹിസ് മോന്ത. അവനെന്ത് സൈസ് പൊട്ടാണ് മാൻ. ആ സണിച്ച നമ്മുടെ ചാണ്ടിക്കിട്ട് കൊടുത്ത പണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. அந்த இப்படிதான் வேணும். സണ്ണിച്ച, നമ്മുടെ അന്നമ്മയ്ക്കാകെ ഒരു ഡള്ള്. എന്തു പറ്റി? വന്നപ്പോ മുതൽ ഷീസ് ടെല്ലിംഗ് ഈ ഐലൻഡ് ഫുൾ കങ്ങറണോ. ബട്ട് ഇവന്റെ ചേട്ട ലീവ് തരണില്ല. ഹൂ നോസ് ബാലി ബെറ്റർ ദാൻ യു സണ്ണിച്ച. അണമയും കൊണ്ടൊരു ട്രിപ്പ് പോണം. എപ്പ പോണം? ഞാൻ റെഡി. ഹലോ അങ്കിളെ, ഇത് ഞാനാ ചാണ്ടി. അങ്കിളിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായി. അതുകൊണ്ടാ ഇവിടെ അന്നമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ പിന്നാലെ നടന്നു നോക്കുന്നത്. അന്നമ്മേ നോക്കേ, അതിന് നീ എവിടെയാ? ബാലിയില്. എന്നെ കാണാനല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അങ്കിളെ പറയുന്നുണ്ടൊന്നും തോന്നരുത്. അവളുടെ പോക്കത്ര ശരിയല്ല. മദർ സെന്റിമെന്റ്സ്. ഹലോ ഹലോ ആന്റി, ചാണ്ടി കുഞ്ഞാണേ. ജോജിയെ വിളിച്ചാലോ? ജോജി കുട്ടാ. ഹലോ ജോജി കുട്ടാ, ചാടിച്ചാനടാ. എടാ, നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ആൻഡോ ചേട്ടനെയും ഗ്രേസി ചേച്ചിയും ഒക്കെ വിളിച്ചായിരുന്നു. അവർക്ക് ഫോൺ എടുത്ത് ഞാൻ അന്നറിയുമ്പോ തെറി വിളിച്ച് ഫോൺ അങ്ങ് വെക്കും. എടാ കുട്ടാ, ചക്കരേ, നീ കേൾക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്.
ഇവിടെ നിന്റെ ചേച്ചിയുടെ പോക്ക് ഒട്ടും ശരിയല്ല. കുട്ടി നിക്കറും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ബനിയനും. എടാ സത്യം പറയാലോ, ഒരുവിധം എല്ലാ വസ്തുക്കളും കാണാം. പിന്നെ നിനക്കറിയോ, വെള്ളവടി വരെ തുടങ്ങി. വെള്ളമടിച്ച് കണ്ട ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നവരെ കാണാം. ഇന്നലെ ഇവിടെ ഒരു പുഴയിൽ കുറെ ആണുങ്ങളുടെ കൂടെ കുളിക്കുന്നത് ഞാൻ കണ്ടു. എന്ന് ഓർത്തേ, എനിക്കിതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് നാൾ കൊണ്ടു നടന്നൊരു പെണ്ണിനോട് കാണിക്കേണ്ട ഒരു മര്യാദ അത്രേ ഉള്ളൂ. മോനെ അവിടെ വന്ന് നിന്റെ കൈയും കാലും തല്ലി ഓടിച്ച് കുടിച്ചിടാ കേട്ടോ. കേട്ടു എന്നാ ഫോൺ വെക്കണം. വെച്ചു. കുരുട്ടടയ്ക്കം വേണ്ടായിരുന്നു. ഓ ഇപ്പൊ അങ്ങനെ തോന്നണ്ടല്ലേ? എന്റെ കെട്ടുറപ്പിച്ചപ്പോ ചാണ്ടിയുടെ വീട്ടുകാര് ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞു. എന്റെ പ്ലാൻ എന്താണെന്ന് ആരും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞുമില്ല. അവന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കായിരുന്നു. ഇനിയും ടൈം കിടക്കണ്ടല്ലോ ഭായി. എന്തായാലും കല്യാണം നടക്കാൻ നന്നായി. അവൻ ആ ഇന്തോനേഷ്യക്കാരി പെണ്ണിനെയാണ് നല്ലതെന്ന്. അന്നമ്മോ തല്ലിക്കൊന്നാലും ചാവൂല ശവത്തിന. അപ്പച്ചൻ എന്നെ അങ്ങ് തിരിച്ചു വിളിച്ചു. എന്നെ കാണലും ഞാൻ അവരുടെ ഒരേ ഒരു മോനല്ലയോ. ആ അതെ 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 അതെ, പുന്നാരമോൻ. ഭാഗ്യത്തിന് ആ മൂദേവി ഇവിടെ ഇല്ല. ഫോറിൻ ടൂർ പോയേക്കുവാ. തിരിച്ചു വരുമ്പോ ചാണ്ടി ഇവിടെ കാണില്ല. ആ അപ്പൊ ആ പെണ്ണൻ രക്ഷപ്പെട്ട്. പോടാ നീ പോടാ. എണിക്കടി. എന്നെ കാണലും അന്ന മോൾ ആളാകെ മാറി. ഇപ്പോഴാണ് മോൾ അച്ചായന്റെ ഒരു റേഞ്ചൊക്കെ എത്തിയത്. എന്നെ തേടി നീ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോടുള്ള സ്നേഹം. ഇടയ്ക്ക് വെച്ച് മോൾ ഈ ലോക്കൽസിനോട് കൂടിയെങ്കിലും അച്ചായന് മോളോട് ദേഷ്യമൊന്നുമില്ല. ശരിക്കും ദേഷ്യമില്ലടി. ആ നീങ്ങ വന്നേ. ആ കമ്മ മറി. എന്തായാലും അച്ഛൻ നീ നാട്ടിലേക്കല്ലേ, മോളോട് പോര്. വീട്ടിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ കെട്ടുവാണെങ്കിൽ നിന്നെ മാത്രമേ കെട്ടുള്ളൂ. ഈ ചാണ്ടിച്ചായ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഒന്ന് ചിരിക്കടോ. ചിരിച്ചതേ താങ്ക് യു. ബൈ. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളാണ് എനിക്ക് കിട്ടിയത്. സണ്ണിച്ചായൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനതെല്ലാം മിസ് ചെയ്തേനെ. സണ്ണിച്ചായനും കൂട്ടുകാരും കൂടി എന്നെ കുറെ മാറ്റി. ലോകത്തൊരാൾക്കും മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല. ഇപ്പോ ഈ കാണുന്നതാണ് അന്നമ്മ. അത് മനസ്സിലാക്കാൻ തനിക്ക് കുറെ സമയം വേണ്ടി വന്നു. അത് മനസ്സിലായപ്പോ യു ചേഞ്ച് യുവർ സെൽഫ്. അതിന് ഞങ്ങളോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം ഗോയിങ് ഹോം. ഇനി എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു തുടങ്ങണം. ബെസ്റ്റ് ഓഫ് ലക്ക്.